നമസ്തേ. +2 ശേഷമുള്ള അനന്ത സാധ്യതകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്ന ഒരു പേരാണ് IISc ബാംഗ്ലൂർ. ഒരുപക്ഷെ ഹാർവാർഡിൻ്റെയും മസാച്യൂസെറ്റ്സിൻ്റെയും ഒക്കെ ആദ്യ റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യ റാങ്കിങ്ങിൽ കാണാൻ സാധിക്കുന്നത് IISc ബാംഗ്ലൂർ ആയിരിക്കും. +2 ശേഷം 4 ഇയർ BS ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് നമുക്ക് പ്രവേശനം ലഭിക്കുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ജോബി സാറോട് ചോദിച്ചറിയാനുള്ളത്. 2024 വരെയുള്ള പ്രവേശനങ്ങളും ഈ 2025 വന്ന മാറ്റങ്ങളും അതാണ് ഇന്ന് നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജോബി സാറ് നമുക്കായിട്ട് പറഞ്ഞു തരുന്നത്. +2 ശേഷം ധാരാളം വിവിധ നാഷണൽ ലെവൽ എൻട്രൻസുകളുണ്ട്. IISc ബാംഗ്ലൂർ സ്വന്തമായിട്ട് പരീക്ഷ നടത്തുന്നില്ല. വിവിധ പ്രവേശന പരീക്ഷകളിൽ നിന്ന് അതാത് സമയത്ത് അഡ്മിഷൻ എടുക്കുന്നതാണ് പതിവ്. 2025 ഏതൊക്കെ പരീക്ഷകളിൽ നിന്നാണ് IISc ബാംഗ്ലൂരിലെ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലോട്ട് പ്രവേശനം ലഭിക്കുന്നത്? എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? ഇതാണ് നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്. സാർ, നമുക്ക് IISc ബാംഗ്ലൂരിലേക്ക് സാറ് പറഞ്ഞ പോലെ മലയാളികൾ ഇപ്പോൾ നല്ല രീതിയിൽ ആയി കേട്ടോ. IISc ബാംഗ്ലൂരിൽ നമുക്ക് അതിലൊത്തിരി സന്തോഷിക്കാം. തീർച്ചയായും നമ്മുടെ പല കുട്ടികളും പ്രത്യേകിച്ച് JEE അഡ്വാൻസ്ഡിലും JEE മെയിനിലും ഒക്കെ ഉയർന്ന റാങ്ക് വാങ്ങിയ കുട്ടികൾ IITs ഒന്നും ഓപ്റ്റ് ചെയ്യാതെ IIScയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ആ മാറ്റം ഭയങ്കരമായിട്ട് നമ്മുടെ കുട്ടികളെ ഒരു മോട്ടിവേറ്റ് ചെയ്യുകയാണ്. കാരണം സഞ്ജയ് PM എല്ലാവരും IIT ഏത് വേണമെങ്കിലും കിട്ടുമായിരുന്നെങ്കിലും IISc ചൂസ് ചെയ്തപ്പോൾ ആ തീരുമാനത്തിന് പിന്നിൽ ഒത്തിരി വിദ്യാർത്ഥികൾക്ക്, അതിൻ്റെ പുറകെ വരുന്ന വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയ പ്രചോദനം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ 4 ഇയർ BS അത് വേണമെങ്കിൽ ഒരു വർഷം കൂടെ നിന്ന് അവർക്ക് 5 ഇയർ മാസ്റ്റേഴ്സായിട്ട് മാറ്റാം. ആ ഒരു പ്രോഗ്രാമിലേക്ക് കഴിഞ്ഞ വർഷം വരെ, അതായത് 2024 വരെ 4 ചാനൽ അഡ്മിഷൻ ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് പരീക്ഷയില്ല. അവർ സ്വന്തമായിട്ട് പരീക്ഷ നടത്തുന്നില്ല. 2024 വരെ 4 ചാനൽ. 1 JEE മെയിൻ, 2 JEE അഡ്വാൻസ്ഡ്, 3 NEET. ഇത് 3ൻ്റെ സ്കോർ. 4മത്തേത് IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നമ്മൾ IIT എന്ന ഷോർട്ട് ഫോം പറയും. ഈ 4 ചാനൽ വഴി അഡ്മിഷൻ നടക്കുമായിരുന്നു. എന്ന് പറയുമ്പോൾ ഈ 4 ചാനലിലും നല്ല സ്കോർ കിട്ടുന്ന കുട്ടികൾ ഇവരുടെ സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത്, ഓരോന്നിൻ്റെയും റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ സ്കോറിൽ നിന്ന് ഓരോ കാറ്റഗറിയിലും ഇത്ര കുട്ടികൾ എന്നുള്ള രീതിയിൽ അവർ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ചാനലിൻ്റെ എണ്ണം 2ആയിട്ട് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ആ ഒരു 2ആക്കി, നേരെ 4 എന്നുള്ളത് 2ആക്കി. ഒരു പക്ഷേ അവിടെ അടുത്തതായിട്ട് ചോദിക്കാം സാർ, ഇത് കണ്ടിന്യൂ. അവർ നിലനിർത്തിയിരിക്കുന്നത് JEE അഡ്വാൻസ്ഡും IITയുമാണ്. അപ്പോൾ JEE അഡ്വാൻസ്ഡ് സ്കോറുള്ള കുട്ടികളും IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി വരുന്ന കുട്ടികളും മാത്രമേ ഈ വർഷം മുതലുള്ള 4 ഇയർ BS പ്രോഗ്രാമുകളിൽ നമ്മുടെ IISc ബാംഗ്ലൂരിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് NEET സ്റ്റുഡൻസിനെയാണ്. തീർച്ചയായിട്ടും JEE മെയിൻ വഴി കിട്ടാവുന്ന കുട്ടികൾക്ക് ഇനി, കാരണം അവർ JEE അഡ്വാൻസ്ഡ് ഉള്ളതുകൊണ്ട് അവർക്കൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ NEET സ്റ്റുഡൻസ് തീർച്ചയായിട്ടും അവർക്ക് IISc എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ ഇനി കിടക്കുന്നത് IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനി അപ്ലൈ ചെയ്യാനും എഴുതാനും ഒക്കെ ഉള്ള സമയമുണ്ട്. നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പേപ്പേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് IIScയെ സംബന്ധിച്ച് പറയുമ്പോൾ PCM കമ്പൽസറിയാണ്. അതേസമയം IIT എഴുതണമെങ്കിൽ PCMO PCB ആണെങ്കിൽ IIT എഴുതാം. പക്ഷേ ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കമ്പൽസറി ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിച്ച കുട്ടികൾ NEET വഴി ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി വരുന്നതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്. കാരണം IISc ബാംഗ്ലൂർ വേൾഡ് ലെവലിൽ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സ്ഥാപനമാണ് IISc ബാംഗ്ലൂർ. ആ സ്ഥാപനത്തിലേക്ക് ഇനിയൊരു പ്രവേശനം നടക്കുന്നത് 2 നാഷണൽ ലെവൽ എക്സാമുകളിൽ നിന്ന് മാത്രമാണ്. JEE അഡ്വാൻസ്ഡിൻ്റെ മാർക്കും അതുപോലെ തന്നെ IIT IISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് അനുസരിച്ച് മാത്രമേ IISc ബാംഗ്ലൂരിലെ പ്രവേശനം സാധ്യമാവുകയുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട IIScയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ. IIScയിൽ ഇനി വരും വർഷങ്ങളിൽ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. വലിയൊരു മെഡിക്കൽ കോളേജിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇനി അടുത്ത് വരുമ്പോൾ നമുക്ക് ഒരു 2 ഇൻ്റഗ്രേറ്റ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് IISc നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സാധിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അവിടേക്കുള്ള
പലവിധ പ്രോഗ്രാമുകൾ അപ്ലൈ ചെയ്യണമെന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം കൊണ്ടുവന്നത് ഒരുപക്ഷെ നീറ്റിൽ നിന്നൊക്കെ കയറിയ വിദ്യാർത്ഥികളുടെ അണ്ടർ ഗ്രാജുവേറ്റ് പഠനത്തിൽ അവർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. മാത്തമാറ്റിക്സിൻ്റെ സപ്പോർട്ടുള്ളവരായിരിക്കണം ISCയിൽ പ്രവേശനം നേടേണ്ടതെന്നുള്ള രീതിയിൽ വേണ്ടി വരും. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രോഗ്രാമിംഗ് ഒക്കെ ഏത് മേഖലയിലേക്ക് പോയാലും നമുക്ക് പ്രോഗ്രാമിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. മാത്സിൻ്റെ ബാക്കപ്പ് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം. അപ്പോൾ 2023 ബോർഡ് എക്സാം, 24 ബോർഡ് എക്സാം കംപ്ലീറ്റ് ചെയ്തവർക്കും 25 ബോർഡ് എക്സാമിന് പരീക്ഷ എഴുതുന്നവരുമായിരിക്കും ISC ബാംഗ്ലൂരിലെ UG പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കേണ്ടത്. അത് പ്രത്യേകം ISC ബാംഗ്ലൂരിൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യണം. UG പ്രോഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് ആദ്യത്തെ ആഴ്ച പബ്ലിഷ് ചെയ്യും. നമ്മൾ ഈ പരീക്ഷയിൽ ഏതാണോ JEE അഡ്വാൻസ്ഡ്, ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഏതൊക്കെയാണോ എഴുതുന്നത് അത് രണ്ടും സെലക്ട് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയും അപ്ഡേറ്റ് ചെയ്യണം. പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ. റിസൾട്ട് ഒരു 3 or 4 days മാത്രമേ അതിൻ്റെ റിസൾട്ട് വീണ്ടും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടുള്ളൂ. കാരണം പലരും അപ്ലൈ ചെയ്യും. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ ISCയുടെ വെബ്സൈറ്റിലോട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകും. അങ്ങനെ ചെയ്യരുത്. ആദ്യം ISCക്ക് അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം ഏതൊക്കെ പരീക്ഷ എഴുതുന്നുള്ളത് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ മെൻഷൻ ചെയ്യുന്നു, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പോൾ ജൂൺ 2 JEE അഡ്വാൻസ്ഡ് റിസൾട്ട് വരും. ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് മെയ് 22 അപ്പോൾ അതും ജൂൺ ആദ്യം തന്നെ പബ്ലിഷ് ചെയ്യും. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ISC ബാംഗ്ലൂരിൻ്റെ വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് കോൾ ലെറ്റർ വരും, ബൈ ഇമെയിൽ ഇൻ്റർവ്യൂ, ബാക്കിയുള്ള അഡ്മിഷൻ പ്രൊസീജിയറിനായിട്ട് ISC ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.